അച്ഛയോ സംസാരിച്ച സമയം പോയി അറിഞ്ഞില്ല. വൈകുന്നേരം പാർട്ടി ഉള്ളതാ, മറന്നോല്ലേ? നേരത്തെ വരണേ. പിന്നെ ഇതുകൊണ്ട് തന്നെയല്ലേ ഞാൻ നേരത്തെ തന്നെ അങ്ങ് എത്തും. ഇതിനുവേണ്ടി ഞാൻ എന്റെ യാത്രേനെ മാറ്റി വെച്ച് നിൽക്കില്ല. പിന്നെ സ്കോച്ച് കൊണ്ടുവരാൻ മറന്നു ആക്രാന്നുള്ളവരോട് കാത്തിരിക്കും. അത് വണ്ടിയെ കിടപ്പുണ്ട്, ഇപ്പൊ തന്നെ എടുത്ത് തന്നേക്കട്ടെ. അയ്യോ അത് വേണ്ട, ഞാൻ വീട്ടിലോട്ടാ. അതെ അച്ഛൻ്റെ വീട്ടിൽ പയ്യനുണ്ടല്ലോ, അവന്റെ കൊടുത്തു വിട്ടാ മതി. അയ്യോ അത് വേണ്ട, അവൻ ഇച്ചിരി മന്ദബുദ്ധിയാ. അവൻ എന്ത് ചെയ്യുമെന്ന് നമുക്കൊന്നും വിശ്വസിക്കാൻ പോലും പറ്റത്തില്ല. തമ്പിയുടെ ജോലിക്കാരൻ അവിടെ ഇല്ലേ, അവനെ എനിക്ക് പറഞ്ഞുവിടും, ഞാൻ അവന്റെ കൊടുത്തു വിട്ടേക്കാം. എന്റെ ജോലിക്കാരനോ? അയ്യോ ഇതുപോലെ ഒരു മരക്കഴുത ഞാൻ കണ്ടിട്ടില്ല. പശുവിന്റെയും പട്ടിയുടെയും കാര്യമല്ലാതെ വേറെ ഒന്നും അവൻ അറിഞ്ഞു. അപ്പൊ നമുക്ക് രണ്ടുപേരും ഒരു വണ്ടിയാ തന്നെ കിട്ടി. സംശയം എന്താ വികാരം? വരുന്ന രണ്ടും വരുന്ന വരവ് കണ്ട, രണ്ടുപേരും വലിയ കൂട്ടുകാരാ കേട്ടാ. ഓ ജീവനാ, ഇപ്പൊ ഭയങ്കര ബുദ്ധിയാ അവന്. അവന്റെ ബുദ്ധി ഇപ്പൊ കാണിച്ചു തരാം. ശശി വന്നേ, ഇനി വന്നേ, നീ വന്നേ. എവിടെ പോയിട്ട് വരുന്നത്? നീ ആഫീസിൽ ചെന്ന് ഞാൻ അവിടെ ഉണ്ടോ നോക്കി വെച്ചോ കേട്ടോ. ആ ഉടനെ വരണം. ഇത്രേ ഉള്ളോ? നമ്മളെ ആളുടെ ബുദ്ധി ഒന്ന് നോക്കിക്കോ. നീയേ മാർക്കറ്റിൽ പോയി ഈ 100 രൂപയ്ക്ക് ഒരു മാരുതി കാർ വാങ്ങിച്ചോണ്ട്. പുതിയ തന്നെ വാങ്ങിച്ചോണ്ട് വന്നോ? പുതിയ തന്നെ വാങ്ങിച്ചോ. രണ്ടും പരസ്പര ബുദ്ധിശാലികൾ നമ്മൾ പറയട്ടെ. നീ എന്തിനാടാ ചിരിക്കുന്നേ? അല്ലല്ലേ എന്റെ സാറ് മണ്ടനാന്ന് ആലോചിച്ച സാറേ. സാർ ഓഫീസിലുണ്ടോന്ന് പോയി നോക്കിയിട്ട് ഫോൺ എടുത്ത് വിളിച്ച് ചോദിച്ചാ പോരെ. അതിനിങ്ങനെ നീ എന്തിനാ? എന്റെ മോനാടിയെ 100 രൂപ എടുത്ത് തന്നിട്ടേ പുതിയ മാരുതി കാറ് മേടിച്ചോണ്ടേ. ഞായറാഴ്ച ആയിട്ട് ഇന്ന് കട പുതിയാന്ന് അവർക്ക് മോലാളിമാർക്ക് അറിഞ്ഞൂടാ. എന്തൊരു മണ്ടന്മാരടാ. 2 സാറും മണ്ടന്മാരാ. മണ്ടന്മാരാ.